അസ്വസ്ഥത കൂടി വരുന്നതിൻ്റെയാണ് ബേസിക്കുള്ളത്. അതിന് കാരണം ലൈംഗികമാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ കൂടി വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടുവരുന്നത് ഒരു ഹീറോയിസം കൂടെ വളർന്നു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നവരൊക്കെ നല്ലവണ്ണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അയാൾക്ക് ഒരു ധീരത കാണിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ ഒരു സീൻ ഉപയോഗിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ താൻ ശ്രദ്ധിക്കപ്പെടണം, മരിച്ചാലും തൻ്റെ പേര് നിലനിൽക്കണം എന്നുള്ള ആ സ്വാർത്ഥത അല്ലെങ്കിൽ ആ ഒരു ഹീറോയിസം കൂടെ ഇതിൽ ഉണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു. അതാണ് സാർ, നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്വന്തം ഐഡന്റിറ്റി, എൻ്റെ ഐഡന്റിറ്റി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കണമെന്നുള്ള ഒരു അഭിവാഞ്ച ഉള്ളിലുള്ള ഒരാൾ തീർച്ചയായും ഇത്തരം ഒരു ഒരു ഇൻഡോക്ട്രിനേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കൂടുതൽ. തീർച്ചയായും ജേക്കബ് സാർ പറഞ്ഞ പോലെ 1990 ഇതിൻ്റെ ഒരു തുടക്കം, തീവ്രവാദത്തിൻ്റെ ഒരു ലാഞ്ചന വന്നപ്പോഴും നമ്മൾ കണ്ണടച്ച് നമ്മളൊരു നെഗ്ലിജൻസായി മാറുന്നൊരവസ്ഥ അവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ കേരളത്തിലും ഇത് വന്നു തുടങ്ങിയത്. ഇപ്പോൾ തീവ്രവാദ പ്രസംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രചാരണം, അതായത് വെട്ടുകത്തി പ്രസംഗങ്ങളെന്നാണ് പറയുന്നത്. ഈ വെട്ടുകത്തി പ്രസംഗങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞാനൊരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു കാസർഗോഡുള്ള ഒരു പയ്യനാണ് അവിടെ ഭക്ഷണം വിളമ്പുന്ന പയ്യൻ. ആ പയ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ റംസാൻ കഴിഞ്ഞിട്ട് സാറിന് തിങ്കളാഴ്ചയൊക്കെ എത്തുന്നതല്ലേ, എന്ത് പറ്റി ഇന്നല്ലേ വന്നോളൂ എന്ന് ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചു. സാർ, വീട്ടിൽ കണക്കെടുപ്പായിരുന്നു, പോലീസിൻ്റെയും അതായത് വീട്ടിലെല്ലാവരും എണ്ണം ഉണ്ടോ എന്നുള്ള എണ്ണമെടുപ്പായിരുന്നു, അത് കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നത് എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ ഒന്നും കൂടെ തിങ്ക് ചെയ്തു. കാരണം ഇങ്ങനെ ഒരു വിളിച്ചിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിലോട്ട് പോയി. കാരണം ഇത്രയും ഒരു രൂക്ഷതയിലോട്ടാണ് നമ്മുടെ കേരള സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് നമ്മൾ വിട്ടുപോകുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ കൂടെ നമ്മൾ കണ്ടുപോകണം. പണ്ട് ഈ കേരളത്തിൽ ഈ ഗുണ്ടായിസം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ജനമൈത്രി മറ്റ് സംവിധാനമൊക്കെ വന്നപ്പോഴത്തേക്കും കരുതൽ തടങ്കലുമൊക്കെ വന്നപ്പോൾ ഒന്ന് ശമിച്ചു. അപ്പോൾ ദൈവങ്ങൾക്കാണ് ഇപ്പോൾ കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്തൊരു ഗണപതി കോവിലുണ്ട്, അവിടെ പോയി 101 തേങ്ങ അവൻ തൊലഞ്ഞുകൊണ്ട് പോകണമെന്ന് പറഞ്ഞടിക്കുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ മാത്രം ഒരു ഇടപെടൽ കൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്.